എന്തൊക്കെയായിരുന്നു ബഹളങ്ങള്. അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളി, സുകുമാരൻ നായർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സർക്കാരിന് ഒത്തുവന്നപ്പോൾ അയ്യപ്പൻ തിരിച്ചിങ്ങനൊരു പണി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടത് പാർട്ടി നേതാക്കളും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. വരാനിരിക്കുന്ന 2 നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ എന്തായാലും ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദം ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയവരെ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പുറമെ ഈ ഭൂരിപക്ഷ സമുദായവും കൈവിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പുപാളി ആയെന്നൊരു ചോദ്യത്തിൽ നിന്ന് സർക്കാരിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാൻ എന്തായാലും കഴിയില്ല. കാലാകാലങ്ങളിൽ പൊളിറ്റിക്കൽ നിയമനം മാത്രം നടക്കുന്നൊരു സ്ഥാപനമാണ് ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇവിടുത്തെ ഈ ഒരു ദേവസ്വം പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ഭരണസമിതിയെയും ഒക്കെ നിയമിക്കുന്നത് സർക്കാർ തന്നെയാണ്. ഇനിയിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റിച്ചതായാലും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറിവോടെ അടിച്ചു മാറ്റിയതായാലും ഈ ഒരു സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കിയ ആരായാലും അവര് പിടിക്കപ്പെടുക തന്നെ വേണം.